NDA സംസ്ഥാന നേതൃക്യാമ്പിന് കൊച്ചിയിൽ തുടക്കമായി. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. NDAയിലേക്ക് പുതിയ പാർട്ടികൾ എത്തുന്നത് BJPയുടെ വികസിത കേരളം എന്ന ലക്ഷ്യത്തിന് ലഭിക്കുന്ന പിന്തുണയാണെന്ന് അദ്ദേഹം പറഞ്ഞു. NDA വളരുന്നു. ഒരു 2-3 ആഴ്ച മുമ്പ് 2020 എന്ന പാർട്ടി NDAൻ്റെ ഭാഗമാവുന്നു. ഇന്ന് നാഷണൽ ഫാർമേഴ്സ് പാർട്ടിയും JRSും ഒന്ന് ഒരു പഴയ പാർട്ടിയാണ്, ഒന്ന് ഒരു പുതിയ പാർട്ടിയാണ്. പക്ഷേ രണ്ടും ഒരു വികസിത കേരളത്തിൻ്റെ വികസനവും കേരളത്തിന് മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന 2 പൊളിറ്റിക്കൽ പാർട്ടീസ് ഇന്ന് NDAൻ്റെ ഭാഗമാവുന്നു. ഈ വികസിത കേരളം എന്ന കാഴ്ചപ്പാടും സുരക്ഷിത കേരളം എന്ന ഞങ്ങളുടെ ഒരു ലക്ഷ്യവും വിശ്വാസ സംരക്ഷണം എന്ന് ഞങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഭാഗം അതെല്ലാം ഒരു കാഴ്ചപ്പാടായിട്ട് അതിന് ഒരു പിന്തുണ തന്ന് NDAനെ ശക്തമാക്കുന്ന ഇന്ന് ഒരു ചടങ്ങാണ്. അതെ, NDAയുടെ നേതൃയോഗത്തിന് ശേഷം അദ്ദേഹം സംസാരിക്കുകയായിരുന്നു കൊച്ചിയിൽ. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അദ്ദേഹം പറയുന്നുണ്ടല്ലോ, 2020 പോലുള്ള കക്ഷികൾ NDAയിലേക്ക് എത്തുന്നതോടെ കേരളത്തിലെ പ്രമുഖ മുന്നണിയായി മാറുന്നു. LDF, UDF എന്നീ 2 മുന്നണി സംവിധാനങ്ങളിൽ മാത്രം നിന്നിരുന്ന കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടം പുതിയ രേഖകൾ ചമയ്ക്കുകയാണ്. NDA എന്നുള്ള മുന്നണി കൂടുതൽ ശക്തിപ്പെടുന്നു എന്നതിൻ്റെ തെളിവായി അദ്ദേഹം ഇത് പറയുന്നു. മിഥുൻ അയ്യപ്പൻ കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. മിഥുൻ, NDA കൂടുതൽ കരുത്താർജിക്കുന്നു എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. വെറുതെ പറയുന്നതല്ല. 2020 പോലുള്ള BDJS പോലുള്ള പ്രധാനപ്പെട്ട കക്ഷികൾ NDAയുടെ ഭാഗമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. അങ്ങനെ തന്നെയല്ലേ സംസ്ഥാന അധ്യക്ഷൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്? മിഥുൻ അയ്യപ്പൻ. തീർച്ചയായിട്ടും ആഗതമായിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതിന് മുന്നോടിയായി സ്വീകരിക്കുന്ന പ്രാദേശികമായും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും ഓരോ ഇടങ്ങളിലും പ്രത്യേകം സ്വീകരിക്കേണ്ട നയങ്ങൾ, അതുപോലെ തന്നെ ജനകീയ വിഷയങ്ങളിൽ ഇടപെടേണ്ട മുന്നണി സംവിധാനം എന്നുള്ള നിലയ്ക്ക് ഇടപെടേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം ഈ നേതൃയോഗത്തിൽ വിശദമായിട്ടുള്ള ചർച്ചയായി എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരുക്കങ്ങളും അതുപോലെ തന്നെ ഇതുവരെ നമ്മൾ എടുത്ത നിലപാടുകളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളുടെ എല്ലാം വിലയിരുത്തലുകളും ഇനി ഒരു കർമ്മ പദ്ധതി അധിഷ്ഠിതമായി സ്വീകരിക്കേണ്ട നടപടികളെല്ലാമാണ് ഇന്ന് നേതൃയോഗത്തിൽ ചർച്ചയായത്. എല്ലാ NDA മുന്നണിയിലുള്ള എല്ലാ ഘടകകക്ഷിയുടെ നേതാക്കന്മാരും അതുപോലെ തന്നെ എല്ലാ നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള 140 നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള 1000-ഓളം പ്രതിനിധികളാണ് ഇന്നത്തെ നേതൃയോഗത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് അധിഷ്ഠിതമായിട്ടുള്ള ചർച്ചകളായിരുന്നു ഇതിൽ നടന്നത്. എടുക്കേണ്ട നയങ്ങളും അതുപോലെ തന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരു കർമ്മപദ്ധതി അധിഷ്ഠിതമായി പ്രവർത്തിക്കേണ്ട കാര്യങ്ങളും എല്ലാമാണ് ചർച്ചയായത്. ഇതിൽ ഈ ഒരു ഉദ്ഘാടന പ്രസംഗത്തിലും അതുപോലെ തന്നെ അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴുമെല്ലാം അദ്ദേഹം കൃത്യമായി പറഞ്ഞു, ഇടതു വലതു മുന്നണികളുടെ ഭരണം കഴിഞ്ഞ മാറി ഭരിച്ച കേരളത്തിൽ ഭരിച്ച അവരുടെ ഭരണം മലയാളികൾ മടുത്തിട്ടുണ്ട്, അവരുടെ ആശയങ്ങൾ മടുത്തിട്ടുണ്ട്, അവരുടെ പ്രവർത്തനങ്ങൾ തമ്മിലുള്ള അന്തരം എത്രത്തോളം ഉണ്ട് എന്ന് അവർ വ്യക്തമാക്കിയുണ്ടായി. അത്തരത്തിൽ ഇടതു വലതു മുന്നണികളെയും അതുപോലെ തന്നെ മത തീവ്രവാദ ശക്തികളുമായി സഖ്യം ചേർത്തുകൊണ്ട് വിജയത്തിലേക്ക് എത്താൻ ശ്രമിക്കുന്ന കോൺഗ്രസിനെയും എല്ലാം വലിയ ശക്തിയുക്തം എതിർക്കുകയാണ് ഈ യോഗത്തിന് ശേഷം അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിലടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും യോഗം തുടരുകയാണ്. 7 മണി വരെയാണ് ഈ നേതൃയോഗം തുടരുന്നത്. മിഥുൻ അയ്യപ്പനാണ് വിശദാംശങ്ങൾ നൽകിയത്.